നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വി രാജേഷ് തിരുവനന്തപുരം മേയറാകും. GS ആശാനാഥ് ഡെപ്യൂട്ടി മേയർ. പ്രഖ്യാപന ചടങ്ങിൽ ഇരുവർക്കും മധുരം നൽകിയ ശ്രീലേഖ. UDF-ൽ നിന്ന് KS ശബരിനാഥും CPM-ൽ നിന്ന് RP ശിവജിയും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും. കോർപ്പറേഷനിലെ BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന് CPM. തൃശൂരിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറാകും. A പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. കണ്ണൂരിൽ റീൽ ചിത്രീകരിക്കാൻ റെഡ് ലൈറ്റ് അടിച്ച് ട്രെയിൻ നിർത്തിച്ചു. 2+2 വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. എറണാകുളം പൂനെ എക്സ്പ്രസ് നിർത്തിച്ചത് തലശ്ശേരിക്കും മാഹിക്കുമിടയിൽ. 2 പേരെയും റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം പുതിയ തലങ്ങളിലേക്ക്. വിഗ്രഹക്കടത്തിലും നിർണായക വിവരങ്ങൾ പുറത്ത്. ഡി മണി എന്ന ഡയമണ്ട് മണി ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകൻ. നടന്നത് ശതകോടികളുടെ ഇടപാട്. ശബരിമലയിൽ ചുമതലയിലുണ്ടായിരുന്ന രാഷ്ട്രീയത്തിലെ ഉന്നതരുമായി ചേർന്ന് 500 കോടി വാങ്ങി പഞ്ചലോഹങ്ങൾ കടത്തി. ഡി മണിയും സംഘവും പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടു. കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് ചെന്നിത്തല. പ്രത്യാശയുടെ തിരുപ്പിറവി ആഘോഷമാക്കി ക്രിസ്മസിനെ വരവേറ്റ് ലോകം. പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് വിശ്വാസി സമൂഹം. ദരിദ്രരോട് ദയ കാണിക്കണമെന്ന് ക്രിസ്മസ് ദിന സന്ദേശത്തിൽ മാർപ്പാപ്പ. ബത്ലഹേമിൽ തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നത് 2 വർഷങ്ങൾക്ക് ശേഷം. സംസ്ഥാനത്തെ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല. തങ്കയങ്കി ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ശരണവീഥികളിൽ വൻ വരവേൽപ്പ്. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ. സ്പോട്ട് ബുക്കിംഗ് 2000-ആയി ചുരുക്കി. ഇന്ത്യ ശ്രീലങ്ക 3ാം വനിതാ T20 നാളെ കാര്യവട്ടത്ത്. ഗ്രീൻഫീൽഡിൽ പരിശീലനത്തിനിറങ്ങി ടീം അംഗങ്ങൾ. നാളത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷിനെ പ്രഖ്യാപിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു തീരുമാനം അറിയിച്ചത്. ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷാണ് പ്രഖ്യാപിച്ചത്. മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾക്ക് R ശ്രീലേഖ മധുരം നൽകി സന്തോഷം പങ്കുവച്ചു. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. അതിര, അവസാന നിമിഷം വരെയും ആ ഒരു സർപ്രൈസ് കാത്തു സൂക്ഷിക്കാൻ BJPക്കായി എന്തായാലും ഒടുവിൽ മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ, വിവരങ്ങൾ? ശ്രീജ, ഏതായാലും ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു സംശയവും ഒരു സർപ്രൈസും ഒക്കെ ആയിരുന്നു BJPയുടെ മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നുള്ളത്. ഇന്ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. രാവിലെ മുതൽ തന്നെ ഈ ചർച്ചകളും ശ്രീലേഖയുടെ പേരുൾപ്പെടെ ഉയർന്നേൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ആ സംശയങ്ങൾക്കും ആ സർപ്രൈസിനും ഒക്കെ വിരാമം ഇട്ടുകൊണ്ട് വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് അല്പസമയം മുമ്പാണ് പ്രഖ്യാപിച്ചത്. വി രാജേഷ് ആദ്യം മുതൽ തന്നെ ഉയർന്നേൽക്കുന്ന പേരുകളായിരുന്നു വി രാജേഷിന്റെയും അതുപോലെ തന്നെ മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖയുടെയും. അവസാന നിമിഷം ഇന്ന് രാവിലെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് ശ്രീലേഖ മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യതയാണുള്ളത് എന്നുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും പിന്നീട് ഒരു ഉച്ചയോടുകൂടി സംഗതി ഒരു ഗതിയൊക്കെ മാറുകയായിരുന്നു. BJP നേതൃത്വം ഒരു ചർച്ചയിലേക്ക് വീണ്ടും ഒരു തർക്കം ഉടലെടുത്തു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ശ്രീലേഖയും അതുപോലെ തന്നെ വി രാജേഷിന്റെയും പേരുകളായിരുന്നു 2 തട്ടിലിരുന്ന് ഇത്തരത്തിൽ കൗൺസിലർമാരൊക്കെ തന്നെ ഇരു പേരുകളും മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. പക്ഷേ വി രാജേഷിനെ തുണച്ചത് അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളായി ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യം തന്നെയായിരുന്നു. ഈ യുവമോർച്ചയിലൊക്കെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഈ മുന്നണിയിൽ നിന്നൊക്കെ വിജയിച്ചു വന്നിരിക്കുന്നത് അത്രയും കരുത്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. അവർക്ക് കൃത്യമായ രീതിയിൽ ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പരിചയമുള്ളവരാണ് മറ്റ് കൗൺസിലർമാരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അവരെ നേരിടാൻ BJPയിൽ നിന്നും മേയറാകുന്നത് ശക്തമായിട്ടുള്ള ഒരു നേതാവ്, രാഷ്ട്രീയ പരിചയമുള്ള
രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ് തന്നെ ആയിരിക്കണമെന്ന നിഗമനത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൗൺസിലർമാരുടെ ഒക്കെ പിന്തുണ, BJPയുടെ ഭൂരിഭാഗം കൗൺസിലർമാരുടെയും പിന്തുണ VV രാജേഷിന്റെ പേരിലായിരുന്നു. ഒപ്പം RSSും VV രാജേഷിനെ പിന്തുണച്ചു. അതോടുകൂടിയാണ് VV രാജേഷിനെ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാമെന്ന തീരുമാനത്തിലേക്ക് BJP നേതൃത്വം എത്തുന്നത്. അതിനുശേഷമാണ് VV രാജേഷിനെ അല്പസമയം മുമ്പ് മേയർ സ്ഥാനാർത്ഥിയാക്കി ഔദ്യോഗികമായി നേതൃത്വം പ്രഖ്യാപിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ഏതായാലും ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ, നിയുക്ത മേയർ എന്ന നിലയിൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ പ്രധാന പ്രശ്നങ്ങളായിട്ടുള്ള മാലിന്യ പ്രശ്നവും അതുപോലെ തന്നെ കോർപ്പറേഷന്റെ മറ്റു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ തെരുവ് നായ ശല്യം. അതിനൊക്കെ വേണ്ട രീതിയിലുള്ള പരിഹാരം ഒരു മേയർ ആയി കഴിഞ്ഞാൽ താൻ ചെയ്യുമെന്ന് VV രാജേഷ് ഏതായാലും ഉറപ്പ് നൽകിയിട്ടുണ്ട്. നാളെ 26-ാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതായാലും നടക്കുക. ഈ നാളെ ഏകദേശം രാവിലെയോടുകൂടി 10 മണിയോടുകൂടി ഇത് സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം UDFും അതുപോലെ തന്നെ LDFും മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഇവരെ ഭൂരിപക്ഷം ഇരുവർക്കും ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം 50 സീറ്റുകൾ BJPക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ 51 എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ BJPക്ക് 51 നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിലേക്ക് എത്തും. 29 സീറ്റിലാണ് LDF ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മറ്റു മുന്നണികളിൽ നിന്ന് കരുത്തരായ നേതാക്കൾ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെത്തുമ്പോൾ അവരെ നേരിടാൻ രാഷ്ട്രീയ പരിചയമുള്ള ഒരു മുഖം തന്നെ വേണം. അത്തരത്തിലാണ് VV രാജേഷിന് തന്നെ മേയറായി നറുക്കെടുപ്പ് വീണിരിക്കുന്നത്. എന്തായാലും VV രാജേഷ് അമൃത വാർത്തകളോട് പ്രതികരിച്ചു. അതിലേക്ക് ശ്രീലേഖ മാഡം ശ്രീ VV രാജേഷിനെ സ്വീകരിക്കും. സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശ്രീലേഖ മാഡം. നമുക്കതിലേക്ക് വരാം. അതിനു മുൻപ് മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന CPM. സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനമുണ്ടായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവുമാണ് പരാതി നൽകിയത്. 20 കൗൺസിലർമാർക്കെതിരെയാണ് പരാതി. കാവിലമ്മ, ബലിദാനികൾ, ഗുരുദേവൻ, അയ്യപ്പൻ, ആറ്റുകാലമ്മ തുടങ്ങിയ പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തതായാണ് പരാതി. BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച VV രാജേഷ് ആ സന്തോഷം അമൃത വാർത്തകളുമായി പങ്കുവച്ചു. അതിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ മേയറായിരിക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നതാണോ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി? അല്ല, മേയർ സ്ഥാനത്തെത്തുമെന്നും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിച്ചില്ല. ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് മത്സരിക്കണമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. സംസ്ഥാന അധ്യക്ഷനാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത്, കോർപ്പറേഷനിലേക്ക് വീണ്ടും മത്സരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാർട്ടി പ്രവർത്തനത്തിൽ ഇൻവോൾവായി. ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹം മേയർ ക്യാൻഡിഡേറ്റ് മത്സരിക്കണമെന്ന് പറഞ്ഞത്. ഈ ഒരു 5 വർഷം എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എത്തരത്തിലായിരിക്കും ഇനിയുള്ള പ്രവർത്തനം? വളരെ ഗൗരവമായിട്ട്, ഒരു നിമിഷം പോലും പാഴാക്കാനില്ലാതെ വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ പ്രവർത്തനത്തിൽ ഏർപ്പെടും. ഞാൻ മാത്രമല്ല, എല്ലാ കൗൺസിലർമാരും പ്രവർത്തനത്തിൽ ഏർപ്പെടും. ഈ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വലിയ രീതിയിലുള്ള സസ്പെൻസുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, സസ്പെൻസ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാര്യത്തിൽ സസ്പെൻസ് ആവശ്യമില്ല, ഇടയില്ല. മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോ പേരുകൾ മാറ്റിക്കൊടുത്തൊരു സസ്പെൻസ് നിലനിർത്തി അത് സ്വാഭാവികമായിട്ട് മാധ്യമ പ്രവർത്തനത്തിലെ ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കണ്ടാൽ മതി. BJPയുടെ കാര്യം, ഞങ്ങൾ ഓരോ പോസ്റ്റ് നിശ്ചയിക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം മാത്രമാണ് എടുത്തത്. ശ്രീലേഖയെ അനുനയിപ്പിച്ചത് ഒരു നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്താണെന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെ അങ്ങനെ എന്താ ഒരു ആവശ്യം എനിക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, അങ്ങനെയുള്ള കാര്യം ചോദിക്കുകയും ചെയ്യരുത്. കാരണം അങ്ങനെയൊന്നുമല്ല. അങ്ങനെയുള്ള ആൾക്കാരല്ല ഞങ്ങൾ BJP നേതാക്കന്മാർ. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഇനി തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ അത് എത്തരത്തിലായിരിക്കും നേരിടുക ഒരു നിയുക്ത മേയർ എന്ന നിലയിൽ? പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ 20, 25, 30 വർഷമായിട്ട് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം, ഏറെക്കുറെ അറിയാം. ഇപ്പോൾ രേഖകളൊക്കെ പരിശോധിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇനിയാണ്. പക്ഷേ അറിയാം. ഒരു BJP പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നിരവധി സംസ്ഥാനങ്ങളും കോർപ്പറേഷനിലും ഒക്കെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ള ഞങ്ങൾക്ക് മാതൃകകളുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡോറൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇൻഡോർ സിസ്റ്റം ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മാതൃകകളുണ്ട്, പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്, പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പരിഹരിക്കപ്പെടും. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF ആണ്. അപ്പോൾ ഒരു ശക്തമായ പ്രതിപക്ഷമായി അവർ രംഗത്തുണ്ടാകുമെന്ന് ഒരു കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ശക്തമായ പ്രതിപക്ഷമായിട്ട് ഉണ്ടാകണം. മാത്രമല്ല മുൻ MLA ഉൾപ്പെടെ
ഒരു മുൻ MLA ഉൾപ്പെടെ അതിനകത്തുണ്ടല്ലോ കോർപ്പറേഷനകത്ത്. അതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുകയാണ്, ഞങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. കാരണം വളരെ വിജിലൻ്റ് ആയിട്ടായിരിക്കും പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്, ഞങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആരോഗ്യകരമായ ജനാധിപത്യ സംവാദം നടക്കും. അത് ജനാധിപത്യത്തിന്റെ കരുത്ത് കൂട്ടും. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ അന്ന് തന്നെ ഇത്തരത്തിൽ ഗണഗീതം പാടിയതിനെ പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. അപ്പൊ അത്തരത്തിൽ ഇനിയുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അതിനെ എങ്ങനെയായിരിക്കും BJP നേരിടുക? അല്ല, പ്രതിപക്ഷത്തിന്റെ വിമർശനം ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഞാൻ ആ പാട്ട് കേട്ടു, ഞങ്ങളും പാടുന്ന പാട്ടാണ്, വളരെ മനോഹരമായ പാട്ട്, വളരെ എല്ലാവരും പാടേണ്ട പാട്ട്. ഇനിയിപ്പോൾ ഗണഗീതം എന്നുള്ള വാക്കാണ് അവർക്ക് ബുദ്ധിമുട്ടെങ്കിൽ അവർ CPM ബ്രാഞ്ച് കമ്മിറ്റിയിൽ പാടിക്കോട്ടെ, അത് പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ RSSന്റെ ശാഖയിൽ പാടണമെന്ന് നാളെ CPM പാടിക്കോട്ടെ ആ പാട്ട്, അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞല്ലോ. പക്ഷേ ആ പാട്ട് വളരെ മനോഹരം. നിങ്ങളൊക്കെ പാട്ട് പാടിച്ചു പരമപവിത്രമാതാമി മണ്ണിൽ. അത് ഒരു അക്ഷരം പോലും മാറ്റി വയ്ക്കാനില്ലല്ലോ. ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ ദേശീയ ബോധം ഉൾക്കൊള്ളിച്ച, ഒരുപക്ഷെ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ABVP-യിലേക്കും സംഘത്തിന്റെ ശാഖയിലേക്കൊക്കെ പോകുന്ന ഒരു ഘടകം ഈ ദേശഭക്തി ഗാനങ്ങൾ. അത് ദേശഭക്തി ഗാനമാണത്. ഈ UDF-ഉം അതുപോലെ തന്നെ LDF-ഉം മത്സരരംഗത്തുണ്ട്. അപ്പോൾ നാളെയാണ് ആ ദിവസം. ഈ മത്സരരംഗത്ത് അവർ എത്തിയത് എന്തുകൊണ്ടായിരിക്കും? ഒരു ഭൂരിപക്ഷം ഏതായാലും കിട്ടാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയല്ലേ ഉറപ്പ്? അല്ല, അവരൊക്കെ വലിയ രാഷ്ട്രീയ പാർട്ടികളല്ലേ, അവർ മത്സരിക്കണ്ടേ? അവർ ജയിച്ചു വന്നിട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞതിന് ഞങ്ങൾക്ക് ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. 35 സീറ്റ് ഞങ്ങൾക്കുള്ളൂ, LDF-ന് 52, പക്ഷേ ഞങ്ങൾ മത്സരിച്ചില്ലേ. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊക്കെ ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ മത്സരിക്കണമല്ലോ. പ്രധാനമന്ത്രി എപ്പോഴായിരിക്കും എത്തുക? ഡിസംബർ 14 ഒന്നാമത്തെ ദിവസമായിട്ട് എണ്ണിയാൽ 45 ദിവസത്തിനും പ്രധാനമന്ത്രി എത്തും. ഓക്കെ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം VV രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്ന സമയത്ത് വികസിത കേരളം എന്ന ഒരു ഇതിൽ ഊന്നി തന്നെയാണ് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം അതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം കോർപ്പറേഷനിൽ UDF ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ഡോക്ടർ ഉദയ സുകുമാരൻ മത്സരിക്കും. ഇന്ന് ചേർന്ന UDF യോഗമാണ് തീരുമാനമെടുത്തത്. തങ്കശ്ശേരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഉദയ സുകുമാരൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ കരുമാലിൽ സുകുമാരന്റെ ഭാര്യയാണ്. മേയർ സ്ഥാനത്തേക്ക് AK ഹഫീസും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ ഉദയ സുകുമാരനും മത്സരിക്കും. RSPയും മുസ്ലിം ലീഗും ഡെപ്യൂട്ടി മേയർക്കായി അവകാശം ഉന്നയിച്ചിരുന്നു. മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ കോൺഗ്രസ് എടുക്കുന്നതിൽ ഘടകകക്ഷികളായ RSPക്ക് ലീഗിനും അതൃപ്തിയുണ്ടായിരുന്നു. RSPക്കും ലീഗിനും പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ നൽകാനും ഇന്ന് ചേർന്ന UDF യോഗം തീരുമാനമെടുത്തു. ഘടകകക്ഷികളുടെ അതൃപ്തി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ തെരഞ്ഞെടുത്ത കോൺഗ്രസ്. മേയർ സ്ഥാനത്തിനായി നേരത്തെ ചരടുവലികൾ നടന്നിരുന്നുവെങ്കിലും ഒടുവിൽ കാര്യമായ തർക്കങ്ങളൊന്നുമില്ലാതെയാണ് തൃശൂർ DCC പ്രസിഡന്റ് നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചത്. A. പ്രസാദിനെ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ നേതൃത്വത്തിന്റെ നിർദ്ദേശവും കൗൺസിലർമാരുടെ അഭിപ്രായവും മാനിച്ചാണ് തീരുമാനമെടുത്തതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണെങ്കിലും ഡോക്ടർ നിജി ജസ്റ്റിൻ സംഘടനാ രംഗത്തും ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിലും സജീവമാണ്. കിഴക്കുംപാട്ടുകരയിൽ നിന്നും 614 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നിജി വിജയിച്ചത്. നിലവിൽ DCC വൈസ് പ്രസിഡന്റാണ് നിജി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലും ഇവർ പ്രവർത്തിച്ചിരുന്നു. KPCC സെക്രട്ടറി കൂടിയായ A. പ്രസാദിന്റെ പേരായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ പ്രധാന പരിഗണനയിലുണ്ടായിരുന്നത്. നിലവിൽ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്നാണ് 413 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ A. പ്രസാദ് വിജയിച്ചത്. കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തന പരിചയവും ഇദ്ദേഹത്തിനുണ്ട്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ പാർലമെന്ററി പാർട്ടി തീരുമാനമാണെന്നും അത് നടപ്പിലാക്കുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത് KPCCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർക്കണം, അവരുടെ അഭിപ്രായം എടുക്കണം. അതിലൊരു കാരണവശാലും കൈപ്പൊന്തിച്ചിട്ടോ ബാലറ്റ് പ്രകാരമോ വോട്ടെടുപ്പ് പാടില്ല. കൂടിക്കാഴ്ചയിലൂടെ അഭിപ്രായ സമന്വയം അല്ലെങ്കിൽ അഭിപ്രായം തേടിയതിന് ശേഷം ബന്ധപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് ഉചിതമായ തീരുമാനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കണം. അതാണ് ഞാനിവിടെ നിർവഹിച്ചിട്ടുള്ളത്. തന്നെ മേയറായി തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും തൃശൂരിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്നും നിയുക്ത മേയർ നിജി ജസ്റ്റിൻ പറഞ്ഞു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിന്റെ സമഗ്രമായ അടിസ്ഥാന വികസനത്തിന് ആദ്യം മുൻഗണന. ജനങ്ങളെ കേട്ട് ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്നും പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവരുടേതുമാണെന്നും നിയുക്ത തൃശൂർ ഡെപ്യൂട്ടി മേയർ A. പ്രസാദും വ്യക്തമാക്കി. ജനവിധിയുടെ ആ വിശ്വാസ്യത കാത്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ സംവിധാനം കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ പരിപൂർണമായി കേട്ടുകൊണ്ട് തൃശ്ശൂരിനകത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും.
ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിന്റെ കൈകളിലെത്തുന്നത്. ആകെയുള്ള 56 ഡിവിഷനിൽ 33 കൈവശപ്പെടുത്തിയാണ് ഇത്തവണ അധികാരത്തിലെത്തിയത്. നിജി ജസ്റ്റിനെ കൂടാതെ ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരെയും മേയർ പദവിയിലേക്ക് കോൺഗ്രസ് പരിഗണിച്ചിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. ബി.ജെ.പിയുമായുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട്ടെ ഭൂരിപക്ഷ പഞ്ചായത്തുകളിലും UDF അധികാരത്തിലെത്തിയതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. പല വാർഡുകളിലും BJP കോൺഗ്രസ് പ്രവർത്തകർ ഇരു പാർട്ടിക്കും വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ബന്ധവും പരസ്യമായി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കോൺഗ്രസ് ഉണ്ടാക്കുന്നു എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്ന ആക്ഷേപവും അന്ന് ഉയർന്നു വരികയുണ്ടായി. അത് പൂർണ്ണമായി ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. PA ജബ്ബാർ ഹാജി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് AP സ്മിജിയെയും തീരുമാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് പ്രഖ്യാപനം നടത്തിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായി PK അസ്ലു, ഷാഹിന നിയാസ് എന്നിവരും പാർലമെന്ററി പാർട്ടി ലീഡറായി വെട്ടമാലി കോയ, സെക്രട്ടറിയായി KT അഷ്റഫ്, ട്രഷററായി ബഷീർ രണ്ടത്താണി എന്നിവരെയും തീരുമാനിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭ BJP ഭരണത്തിലേക്ക്. തൃപ്പൂണിത്തുറയിൽ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് PL ബാബുവിനെയും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി രാധിക വർമ്മയെ BJP നേതൃത്വം തീരുമാനിച്ചു. CPMുമായി സഹകരിക്കാൻ തയ്യാറല്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തതോടെയാണ് തൃപ്പൂണിത്തുറയിൽ BJP ഭരണത്തിന് അരങ്ങൊരുങ്ങിയത്. തൃപ്പൂണിത്തുറയിൽ LDF ഭരണത്തെ അട്ടിമറിച്ചാണ് BJP ഏറ്റവും വലിയ കക്ഷിയായത്. BJPക്ക് നഗരസഭയിൽ 21 സീറ്റാണ് ലഭിച്ചത്. LDFന് 20ഉം UDFന് 12 സീറ്റുകളും ലഭിച്ചിട്ടുണ്ട്. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട ദീപ്തി മേരി വർഗീസിന് പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ദീപ്തി പ്രയാസം അറിയിച്ചിട്ടുണ്ട്. ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലും ഒന്നിലേറെ പേരുകളുണ്ടായിരുന്നു. ഒരു പേരിലേക്ക് അവസാനം എത്തി. ആ പേര് എല്ലാവരും അംഗീകരിക്കുന്നു. അദ്ദേഹം ദീപ്തി മേരി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. ദീപ്തി എനിക്കൊരു ഒരു ദീപ്തിയുടെ ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കും. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട ദീപ്തി മേരി വർഗീസിന് പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ദീപ്തി പ്രയാസം അറിയിച്ചിട്ടുണ്ട്. ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ജയിലിൽ ചോദ്യം ചെയ്തു. ജയിലിൽ SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രത്യേക അന്വേഷണ സംഘം D മണിയെ ചോദ്യം ചെയ്യുന്നതിന് സമാന്തരമായാണ് SPയുടെ ചോദ്യം ചെയ്യൽ. പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. D മണി എന്ന ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകനെ വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇയാളുടെ ഇടനിലക്കാരനായ ശ്രീകൃഷ്ണനും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ശബരിമലയിൽ നിന്നുള്ള പഞ്ചലോക ഇടപാടിൽ ഉന്നത വ്യക്തിയുമായി ചേർന്ന് 500 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയതായാണ് മൊഴി. ഇതിൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര തലത്തിലേക്ക് ബന്ധം നീളുന്ന കേസാണിത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മുതലുകൾ മോഷണം പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വളരെ അപൂർവങ്ങളായിട്ടുള്ള വലിയ തോതിൽ വിലപിടിപ്പുള്ള രത്നങ്ങളടക്കം ഇങ്ങനെ ആൻറ്റിക്സ് ഇത് പുരാവസ്തു മാത്രം വാങ്ങിക്കുന്ന അധോലോകങ്ങളുണ്ട്, മാഫിയകളുണ്ട്. അവരാണിത് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. തന്നെയുമല്ല ഇപ്പം SIT അന്വേഷിക്കുന്ന 312 ഗ്രാമിൻ്റെ കാര്യമാണ് ഗോവർദ്ധൻ്റെ ആഭരണശാലയിൽ നിന്ന് കിട്ടി. അതല്ലല്ലോ ഇവിടെ യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെ? ആ തൊണ്ടി മുതലല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്നോട് വിദേശ മലയാളി പറഞ്ഞ കാര്യമാണ് ഞാൻ SITയുടെ മുമ്പിൽ പറഞ്ഞത്. SIT അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുണ്ട്. ഇനി SITയുടെ ജോലിയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെവിയിൽ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചുവെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. സോണിയാഗാന്ധിക്ക് പോറ്റിയാണെന്ന് തിരിച്ചറിഞ്ഞു കാണില്ല. സോണിയയുടെ അടുത്തേക്ക് പോറ്റിയെ കൊണ്ടുപോയവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചത് എന്തിനായിരുന്നു? അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇതിനകത്ത് പങ്ക്? അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്? കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസ്സുകാർക്കാണ് ബന്ധം. ഒരു കോൺഗ്രസ്സുകാരനും ജയിലിൽ പോയിട്ടില്ല. ജയിലിൽ പോയതൊക്കെ CPM-കാർ തന്നെയാണ്. ലോകത്തെമ്പാടും ആൻറ്റിക്സ് കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് CBI അന്വേഷിക്കണം, കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ആ അന്വേഷണം. സോണിയാഗാന്ധിയുടെ അടുത്ത് സ്വർണ്ണപ്പാളി കേസിലെ പ്രതികൾ പോയ സംഭവത്തിൽ പ്രതികരണവുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ചില ആളുകളെ പരിചയപ്പെടുന്നത് അവരുടെ എല്ലാ വിവരവും അറിഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രിയുടെ തോളത്ത് അവർ നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി അടൂർ പ്രകാശ് MP. താൻ കാണും മുൻപ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചേരാത്ത ആരോപണമാണ് ഉന്നയിച്ചത്. ആറ്റിങ്ങൽ MP ആയപ്പോൾ പോറ്റി തന്നെ വന്ന് കണ്ടു. കൂടിക്കാഴ്ചയിൽ ഇടതുപക്ഷ MLA-യും കൂടി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ആക്ഷേപ രൂപത്തിൽ എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തോ ബന്ധം ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ഉന്നയിച്ചത്. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുകയും അദ്ദേഹവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയ ചിത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ആ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ചെവിയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എന്തായാലും ശബരിമലയുടെ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ഇനിയും നമ്മുടെ പല ക്ഷേത്രങ്ങളുമുണ്ട്. ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടേണ്ട കൊള്ളകളെക്കുറിച്ചാണോ ബഹുമാനായ മുഖ്യമന്ത്രി രഹസ്യമായി പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആക്ഷേപിക്കുകയാണ്. കണ്ണൂരിൽ റീൽ ചിത്രീകരിക്കാൻ റെഡ് ലൈറ്റ് അടിച്ച് ട്രെയിൻ നിർത്തിച്ചു. 2 +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. ഇന്ന് പുലർച്ചെ തലശ്ശേരിക്കും മാഹിക്കും ഇടയിലായിരുന്നു സംഭവം. എറണാകുളം പൂനെ എക്സ്പ്രസ് ആണ് നിർത്തിച്ചത്. 2 പേരെയും കണ്ണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷമാക്കി മലയാളികൾ. പള്ളികളിൽ രാത്രി നടന്ന തിരുപ്പിറവിയിലും പ്രത്യേക പ്രാർത്ഥനയിലും വിശ്വാസികൾ പങ്കെടുത്തു. ഇന്ന് രാവിലെയും പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും ഉണ്ടായിരുന്നു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. നിരവധി വിശ്വാസികളാണ് പാതിരാ കുർബാനയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. ക്രിസ്മസ് പ്രത്യാശ നൽകുന്ന സന്തോഷത്തിന്റെ പെരുന്നാളാണെന്നും ഭയമില്ലാത്ത സന്തോഷത്തിന്റെ നല്ല അനുഭവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് മാത്രമായി ലഭിച്ച ഒരു അനുഗ്രഹത്തെക്കുറിച്ചല്ല നാം ഓർക്കുക. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ തലമുറകൾ തോറും ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ ഈ കാലത്ത് ജീവിക്കാൻ ദൈവം അനുവദിച്ച മക്കൾ എന്ന നിലയിലാണ് നാം യേശു കർത്താവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുക.
പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് തിരുപ്പിറവിയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുവിന്റെ തിരുപ്പിറവി പ്രത്യാശയുടെ ആ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. പല കാരണങ്ങളാൽ കൂരിരുട്ടിൻ്റെ താഴ്വരയിൽ കഴിയുന്നത് പോലുള്ള അന്ധകാരത്തിലായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവർക്കാണ് പ്രത്യാശയുടെ വചനം മഹത്തായ പ്രകാശം കാണുന്നതും അവരുടെ മേൽ ഒരു പുതിയ പ്രകാശം ഉദിച്ച് ഉയരുന്നതും. നന്മയുടെ പ്രതീകമായ ക്രിസ്മസ് ആഘോഷമായാണ് വിശ്വാസികൾ കൊണ്ടാടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യകേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ആഘോഷങ്ങളും പാതിരാ കുർബാനയും നടന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്നിവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുപ്പിറവിയോടനുബന്ധിച്ച പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് ഒഴുകിയെത്തി. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സെന്റ് ഫ്രാൻസിസ് അസീസിയ കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപവുമേന്തി മുഖ്യ കാർമ്മികൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതായിരുന്നു ആദ്യ ചടങ്ങ്. തുടർന്ന് ദേവാലയത്തിനുള്ളിൽ പ്രത്യേകം ഒരുക്കിയ പീഠത്തിൽ തിരുസ്വരൂപം സ്ഥാപിച്ചു. പാതിരാ കുർബാനയ്ക്ക് തൊട്ടുമുൻപായി ദേവാലയത്തിൽ കരോൾ ഗാനാലാപനവും നടന്നു. സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി വലിയ പള്ളിയിൽ ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപോലീത്തയുമായ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ക്രിസ്തുമസ് പ്രാർത്ഥനകൾ നടന്നു. വൈകിട്ട് 6 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കൽക്കുരിശു കൂദാശ, തുടർന്ന് സന്ധ്യാപ്രാർത്ഥന, തീജ്വാല ശുശ്രൂഷ, വിശുദ്ധ കുർബാന എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ക്രിസ്തുമസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്രിസ്തുമസ് പുതിയ സാധ്യതകളുടെ തുടക്കമാണെന്നും വീടുകളിലും പള്ളികളിലുമായി എല്ലാവരും ആഘോഷങ്ങളിൽ ഒന്നിക്കുന്നുവെന്നും മാർ റാഫേൽ തട്ടിൽ സന്ദേശത്തിൽ പറഞ്ഞു. പ്രത്യാശയുടെ പ്രവാചകന്മാരെ, പ്രേക്ഷിതരെ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതികളോട് മനുഷ്യൻ കാണിക്കുന്ന സന്മനസ്സാണ്, മനുഷ്യൻ നൽകുന്ന സഹകരണമാണ്. പാതിരാ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ വീടുകളിലേക്ക് പോയി. രാവിലെ 7 മണിക്കാണ് ദേവാലയങ്ങളിൽ ഇന്നത്തെ പ്രാർത്ഥനകൾ ആരംഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിൽ ദീപാരാധനാ സമയമാണ്. അവിടെ നിന്നും തത്സമയം.